വീണ നായരുടെ ജീവിതം തകർത്തത് ബിഗ് ബോസോ? കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഒന്നുമല്ല, ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം. സിനിമ സീരിയൽ താരമായ വീണ നായർ ബിഗ് ബോസ് സീസൺ 2 താരമാണ്. ഈ വീണ നായർ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ വീണ നായർ ഡിവോഴ്സ് ആകാൻ ഇടയായ കാരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനു മുന്നേ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. വീണ നായർ സീസൺ 2 വന്ന സമയത്ത് വീണ നായർക്ക് ഫാമിലിയെക്കുറിച്ചും ഇതേക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുകയായി. അതിൽ വീണ നായർ കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടായി. ഈ ഒരു വാർത്ത വീണ നായർ കുറച്ച് നെഗറ്റീവ് ഉണ്ടാക്കി. എന്താണെന്ന് ഞാൻ പറയാം. വീണ നായരുടെ അച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് വീണ നായരെ പലരും വിളിക്കുകയുണ്ടായി, വേറെ ഉദ്ദേശത്തിന്. എന്താണെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ആ സമയത്ത് വീണ നായർക്ക് അവരുടെ കോളൊന്നും അറ്റൻഡ് ചെയ്തില്ല. പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിൽ ആയ സമയത്ത് ഒരു പൈസ പോലും ഹോസ്പിറ്റലിൽ കൊടുക്കാനില്ലാഞ്ഞ സമയത്ത് വീണ നായർക്ക് ഇങ്ങനെ അച്ഛന് വേണ്ടി, എന്തായാലും അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമല്ലോ, അച്ഛന് വേണ്ടി പൈസ വേണം, അതിനു വേണ്ടി വേറെ മാർഗം, ഞാൻ പൈസ കിട്ടിയില്ലായിരുന്നേ നോക്കിയേനെ, ഉറപ്പായിട്ട് ഞാൻ ആ വ്യക്തി വിളിച്ചപ്പോൾ ഞാൻ പോയേനെ എന്ന് ബിഗ് ബോസ് പറയണ്ടായി. അത് ഒരുപാട് കോളിലൊക്കെ ഒരുപാട് നെഗറ്റീവ് വീണ നായർക്കുണ്ടായി. പിന്നെ വീണ നായർ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മാസത്തിനുള്ളിൽ കേൾക്കാനായി അവരുടെ ഡിവോഴ്സാണ്. ബിഗ് ബോസിൽ കയറിയതിന് ശേഷം ഡിവോഴ്സായി എന്നതിനെക്കുറിച്ച് വീണ നായരോട് ഈ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ വീണ നായർ പറയുന്നത്, അതുകൊണ്ട് മാത്രമല്ല, ഞാനും കണ്ണേട്ടനും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, പലപ്പോഴും പൊരുത്തപ്പെടാതെ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞതാണ് എന്നാണ് വീണ നായർ പറയുന്നത്. പക്ഷേ ഇതൊരു കാര്യം പറയില്ല, ഇതൊരു കാരണമാണ്. ഈ വീണ നായർ ഇങ്ങനൊരു സംഭവം വെളിപ്പെടുത്തിയ ശേഷം ഒരുപാട് കോളുകളൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ഈ വീണ നായർ ഈ ഒരു കാര്യം ലോകത്തിലേക്ക് പറഞ്ഞപ്പോൾ വീണ നായർ അത് നോക്കാനായിരുന്നു, സ്വന്തം ഫാമിലിയെ ബാധിക്കുമെന്ന്. അത് വേണേൽ പറയാതിരിക്കായിരുന്നു അവർക്ക് മോനുണ്ട്, കെട്ടിയവനുണ്ട്. അപ്പം ആ ഒരു സംഭവം മറച്ചു വെച്ച് അവർക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അച്ഛൻ്റെ പൈസയ്ക്ക് വേണ്ടി ഞാൻ പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ നിമിഷം വേറെ പോകാൻ ചിന്തിച്ചേനെ എന്ന് പറഞ്ഞാൽ വേറെ ആവശ്യത്തിന്, മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ആ ഒരു സംഭവത്തെ ഇതാണ് വീണ നായർ ഒരു ഡിവോഴ്സ് ആയത്. ഇപ്പം വീണ നായർ പറയുന്നത് അതൊന്നുമല്ല, വേറെ കാരണമാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, വീണ നായർ പറഞ്ഞതാണ് കേട്ടോ. ഇത് നല്ലപോലെ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.